BMSന്റെ നേതൃത്വത്തിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ചാണ് എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടക്കുന്നത്. ഈ മാർച്ചിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മിനിമം ചാർജ് 50 രൂപയാക്കുക, അതോടൊപ്പം ബൈക്ക് ടാക്സി നിയന്ത്രിക്കുക, ഇതുകൂടാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി നൽകുക എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ആ ആവശ്യങ്ങൾ എന്ന് തുടങ്ങി നമുക്ക് ഇവരോട് ചോദിക്കാം. എന്തൊക്കെ ആവശ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഒന്ന്, മിനിമം ഞങ്ങളുടെ വേജസ് 50 ആക്കുക. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇന്ധനത്തിന് സബ്സിഡി നൽകുക. പിന്നെ ഈ ഓൺലൈൻ ടാക്സികളുടെ കുത്തക അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള ഞങ്ങളെ ESIയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ സമരം ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾക്ക് 5 കൊല്ലമായിട്ട് ഇതുവരെ തന്നെ ഒരു ഇതിന്റെ വില കൂടുന്നതനുസരിച്ചിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെലവ് കൂടുതലാണോ? അതായത് നമ്മുടെ ചാർജ് അനുസരിച്ച് ചെലവ് കൂടുതലാണ്. ചെലവ് കൂടുതലാണ്. എല്ലാ മേഖലയും നോക്കിക്കോ, അരിക്കാണെങ്കിലും മത്സ്യത്തിനാണെങ്കിലും മാംസത്തിനാണെങ്കിലും ഓട്ടോയുടെ ഓരോ സ്പെയർ പാർട്സിനാണെങ്കിലും ഡീസലിനാണെങ്കിലും എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ്. ഇതുവരെ ഓട്ടോറിക്ഷക്കാരുടെ ഒരു കാര്യവും സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിനെതിരെയാണ് ഈ ഇന്ധന സബ്സിഡി സംസ്ഥാന സർക്കാരിന് പോസിബിൾ ആണോ? കേന്ദ്രത്തിന് അല്ലേ ഇന്ധന സബ്സിഡി? കേരള സർക്കാരിന് അതിന്റെ ടാക്സും അവർക്ക് കൊടുക്കുന്ന GST കുറവ് വരുത്താമല്ലോ. അത് കൊടുക്കുന്നതിൽ അങ്ങനെ ചെയ്തു തരാവുന്നതാണ്. അല്ലാണ്ട് തന്നെ എളുപ്പത്തിൽ സാധിക്കുന്ന കേന്ദ്രത്തിനല്ലേ? എളുപ്പത്തിൽ സാധിക്കുന്നത് കേന്ദ്രത്തിനാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സംസ്ഥാനത്തിന് ചില അധികാരങ്ങളുണ്ടല്ലോ. സംസ്ഥാനത്തിലാകുമ്പോൾ സംസ്ഥാനത്തിന് അധികാരം വെച്ചിട്ട് ചെയ്യാവുന്ന കേസാണ്. അപ്പൊ അത് ചെയ്തു തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോഴത്തെ ഇന്ധനവിലയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മുതലാകുന്നില്ലേ? ഇപ്പോഴത്തെ ഇന്ധനവിലയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മുതലാകുന്നില്ലല്ലോ. അതല്ലേ നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ധനവില കാലകാലങ്ങളിൽ ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി കേന്ദ്രത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും അതിന് തീരുമാനം ഉണ്ടാകും. പക്ഷേ അത് കേരള സ്റ്റേറ്റ് വേണ്ടേ? കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെയും മറ്റുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവരും തയ്യാറാവണ്ടേ? അവരും തയ്യാറായിട്ടില്ല. ഇത് സർക്കാർ ഇടപെടൽ നമ്മൾ സർക്കാർ ഇടപെടൽ ആവശ്യമാണ്. സർക്കാർ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ് BMSന്റെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ മാർച്ചാണ്. ഇപ്പോൾ മേനകയിൽ നിന്ന്, എറണാകുളം മേനകയിൽ നിന്ന് നേരെ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു ആവശ്യം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അനുവദിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു ആവശ്യമാണ്. BMS എന്നത് സംഘത്തിന്റെ കൂടി ഒരു തൊഴിലാളി സംഘടനയാണ്, ഭാരതീയ മസ്ദൂർ സംഘ്. അപ്പോൾ അവർ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറയുന്നത് സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിൽ ലഭ്യമാകുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇളവ്, അതായത് ഈ വിലയിൽ സബ്സിഡി എന്ന രൂപത്തിലാവുമ്പോൾ ഇന്ധന വിലയിൽ ഇളവ് ലഭ്യമാകും. കേന്ദ്രത്തിന്റെ കാര്യത്തിൽ അതും ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടണം, തൊഴിലാളികളുടെ ആവശ്യം എന്ന നിലയ്ക്ക് പരിഗണിക്കണം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ആവശ്യം. അതുകൂടാതെ മിനിമം ചാർജ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കൂടി BMS മുന്നോട്ട് വെക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ മുദ്രാവാക്യങ്ങളുള്ള ഒരു സമരമാണ് BMS നടത്തുന്നത്. ഈ മേഖലയിൽ ടാക്സി തൊഴിലാളി മേഖലയിലൊക്കെ പല രൂപത്തിലുള്ള ചാർജ് വർധനവടക്കമുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ നിലനിന്നു പോവുക വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അതിനാവശ്യമായ ഇടപെടലുകൾ വേണം എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പല തോതിലുള്ള സമരങ്ങളും ഈ രംഗത്ത്, ടാക്സി ആയിക്കോട്ടെ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, അങ്ങനെ ഈ മേഖലയിൽ പൊതുവിൽ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നേരിടുന്നു എന്ന് കാട്ടിയുള്ള സമരം നടക്കുന്നുണ്ട്. അതിനിടെയാണ് BMS ഇന്ധന സബ്സിഡി എന്ന ആവശ്യവും അതോടൊപ്പം തന്നെ ചാർജ് വർധനവും ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിനോടാണ് ഈ ആവശ്യം BMS മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.